ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതല്ലേ? ഞാൻ വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായി എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്ന റെസിപ്പി എന്ന് പറയുന്നത് ബീട്രൂട്ട് തോരനാണ്. അതിനുവേണ്ടി ഞാൻ ഒരു വലിയ സൈസിലുള്ള ബീട്രൂട്ടും ഒരു മീഡിയം സൈസ് സവാളയും തൊലിയൊക്കെ പൊളിച്ച് നല്ല വൃത്തിയാക്കി കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ കഷ്ണങ്ങളാക്കി ഇത് രണ്ടും കൂടെ ചേർത്ത് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ബീട്രൂട്ടും സവാളയും ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത സവാളയും ബീട്രൂട്ടും ഒരു മൺചട്ടി അടുപ്പിൽ വയ്ക്കുന്നുണ്ട്. അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതിലോട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വച്ചിരുന്ന സവാളയും ബീട്രൂട്ടും കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് ഇത് നല്ലോണം ഒന്ന് മിക്സാക്കി എടുത്തിട്ട് നമുക്കിത് ഹൈ ഫ്ലെയിമിൽ വച്ചിട്ട് ഒരു 15 മിനിറ്റ് ഇത് അടച്ചു വെച്ച് കുക്ക് ചെയ്ത് എടുക്കാവുന്നതാണ്. നമ്മുടെ വെജിറ്റബിൾ വെന്ത് വരുന്ന ആ സമയം കൊണ്ട് നമുക്കിതിന് വേണ്ടിയുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാൻ ഒരു കൈ അളവിൽ തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഈ തേങ്ങയിലേക്ക് 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ 4 പീസ് വെളുത്തുള്ളിയും 1/4 ടീസ്പൂൺ ജീരകവും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് ഇവ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരപ്പിപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് നമ്മുടെ വെജിറ്റബിൾ വെറും 15 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ വെജിറ്റബിൾ നല്ലോണം കുക്കായി വന്നിട്ടുണ്ട്. വെള്ളവും വറ്റിപ്പോയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തതിന് ശേഷം ഇത് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒരു 2-3 മിനിറ്റ് വരെ ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ച് വേവിച്ച് എടുക്കാം. നമ്മുടെ ബീട്രൂട്ട് തോരൻ പാകമായിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും. വെറും 15 മിനിറ്റിൽ വളരെ എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റുന്ന ഒരു തോരനാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കല്ലേ.